എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 72 ശ്ലോകം 8 മുതല് 16 വരെ 9 ശ്ലോകങ്ങൾ. രാജസൂയം നടത്തണം മോഹമുണ്ട് എന്ന് ധർമ്മപുത്രര് പറഞ്ഞപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇതാ സംസാരിക്കണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. ഋഷീണാം പിതൃദേവാനാം സുഹൃദാമപി നഃ പ്രഭോ സർവേഷാമപി ഭൂതാനാം ഈപ്സിതക്രതുരാടയം. ഭഗവാൻ പറഞ്ഞു, ഹേ പ്രഭോ, ഈ മഹായാഗം ഋഷികൾക്കും പിതൃദേവന്മാർക്കും സുഹൃത്തുക്കളായ ഞങ്ങൾക്കും എന്ന് വേണ്ട, സകല ഭൂതങ്ങൾക്കും ഇഷ്ടമായിട്ടുള്ളതാണ്. വളരെ നന്നായി അങ്ങ് ഇത് ചെയ്യാനെന്ന് തീരുമാനിച്ചത്. അതായത് ഇത് വേണ്ട പോലെ നടത്താനുള്ള പ്രഭുത്വം അങ്ങക്ക് ഉണ്ടാവട്ടെ എന്നത് അപ്പോഴേക്കും ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തു കഴിഞ്ഞു യുധിഷ്ഠിര മഹാരാജാവിന്. അതാണ് ആ പ്രഭോ എന്നുള്ള സംബോധന. വിജിത്യ നൃപതീൻ സർവാൻ കൃത്വാ ച ജഗതിം വശേ സംഭൃത്യ സർവസംഭാരാൻ ആഹരസ്വ മഹാക്രതും. ഭഗവാൻ പറഞ്ഞു, ഈ യാഗം സാധിക്കാൻ എന്റെ സഹായമൊന്നും ആവശ്യമില്ല അങ്ങക്ക്. സ്വതേ ഇതിന് വേണ്ടതായിട്ടുള്ള ശക്തി ഇപ്പൊ അങ്ങക്ക് സ്വാധീനത്തിലുണ്ട്. ഇപ്പൊ ഭരണാധികാരികളായിരിക്കുന്ന സകല രാജാക്കന്മാരെയും ജയിക്കണം. ഈ ഭൂമിയെ മുഴുവൻ അങ്ങയുടെ സ്വാധീനത്തിലാക്കണം. പിന്നെ ഈ രാജസൂയത്തിന് അനേകം സാധനങ്ങൾ ആവശ്യമുണ്ട്. അതെല്ലാ സാധനങ്ങളും ശേഖരിക്കണം. ഇവയെല്ലാം വേഗത്തിൽ നടത്തി ശ്രേഷ്ഠമായിട്ടുള്ള ഈ യാഗം അനുഷ്ഠിച്ചോളൂ. അതായത് ഭഗവാൻ പറഞ്ഞത് അതിന് വേണ്ട സഹായങ്ങളും ശക്തിയും ഒക്കെ ഇപ്പൊ അങ്ങക്ക് സ്വാധീനമാണ്. ഭഗവാനും മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച പിന്നെ എന്താ യുധിഷ്ഠിര മഹാരാജാവിന് ലഭിക്കാത്തത് അല്ലെ? ഏതോ തേ ഭ്രാതരോ രാജൻ ലോകപാലാംശ സംഭവാഃ ജിതോസ്മി ആത്മവദാദേഹം ദുർജയോ യോ കൃതാത്മഭി. അനേക രാജാക്കന്മാരെ ജയിക്കാൻ എങ്ങനെ എനിക്ക് സാധിക്കാം എന്നൊന്നും അങ്ങ് വിചാരിക്കണ്ട. അങ്ങയുടെ ഈ സഹോദരന്മാര് ഇന്ദ്രാദി ലോകപാലന്മാരുടെ അംശങ്ങളിൽ നിന്ന് ജനിച്ചവരല്ലേ. അതുകൊണ്ട് സകല ദിക്കുകളും ജയിക്കാൻ അവർ പ്രാപ്തരാണ്. അജിതേന്ദ്രിയന്മാരാ ജയിക്കപ്പെടുവാൻ കഴിയാത്ത എന്നെ കൂടി ജിതേന്ദ്രിയനായ അങ്ങ് ജയിച്ചില്ലേ, ഇനി അങ്ങേക്ക് ആരാ ജയിക്കാൻ കഴിയാത്തത്? അതായത് ഭഗവാൻ പറയണത് ഇന്ദ്രിയജയം ഉള്ളവർക്ക് ഭഗവത് പ്രസാദം തീർച്ചയായും ഉണ്ടാകും. അപ്പൊ ഭഗവാന്റെ പ്രസാദം ഉണ്ടെങ്കിലോ എല്ലാ അഭിഷ്ടങ്ങളും സാധിക്കും. അതാണ് ഭഗവാൻ പറഞ്ഞതിന്റെ ന കശ്ചിത് മത്പരം ലോകേ തേജസാ യശസാ ശ്രിയാ വിഭൂതിഭിർവാപി ഭവേത് ദേവോപി കിമു പാർത്ഥിവ. സകല സമ്പൽ സമൃദ്ധനായിരിക്കുന്ന മൽഭക്തനായ അങ്ങയെ മറ്റാർക്കും അപമാനിക്കാൻ കഴിയില്ല എന്ന സംഗതി ഇരിക്കട്ടെ, അതിലൊന്നും ആശ്ചര്യമില്ല. എന്നെ ആശ്രയിച്ചിരിക്കുന്നവൻ മറ്റു യാതൊന്നുമില്ലാത്തവനാണെങ്കിലും, അതായത് ധനം, ബന്ധുക്കളെ, വിദ്യ എന്നീ സാമഗ്രികളൊന്നും ഇല്ലാത്തവനാണെങ്കിലും അവനെ ഈ ലോകത്തിൽ പ്രഭാവം കൊണ്ടോ കീർത്തി കൊണ്ടോ ഐശ്വര്യം കൊണ്ടോ സൈന്യാദി സാമഗ്രികൾ കൊണ്ടോ ഒരാൾക്കും ദേവനായാൽ കൂടിയും ജയിക്കാൻ സാധിക്കില്ല. പിന്നെ ഒരു സാമാന്യനായ ഒരു രാജാവിനെ അപമാനിക്കാൻ കഴിയില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയണം. അതുകൊണ്ട് എന്നെ ആശ്രയിച്ചിരിക്കുന്ന അങ്ങയെ ഒരു രാജാവിനും തിരസ്കരിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഉറപ്പോടുകൂടി തന്നെ രാജസൂയത്തിനായിട്ട് ശ്രമിച്ചോളൂ. യുധിഷ്ഠിര മഹാരാജാവിന് സംശയം ഉണ്ടായിരുന്നേ, അപ്പൊ അതൊക്കെ ഭഗവാൻ തീർത്തു കൊടുക്കുക. അങ്ങ് ഒട്ടും സംശയിക്കണ്ട. ഒപ്പം നിന്നിട്ട് ഭഗവാൻ അങ്ങനെ ഉറപ്പ് കൊടുക്കാണ് മഹാരാജാവിന്. ശ്രീശുക ഉവാച നിശമ്യ ഭഗവത്ഗീതം പ്രീത പുല്യമുഖാംബുജ ഭ്രാതൃന്ദിക്യുക്ത വിഷ്ണു തേജോപബൃംഹിതാൻ. ശ്രീശുബ്രഹ്മർഷി പറയാണ്, ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തത് കേട്ടു സന്തോഷായി യുധിഷ്ഠിര മഹാരാജാവിന്. മുഖം താമരപ്പൂ പോലെ വികസിച്ചു. ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ വർദ്ധിച്ച തേജസ്സോടുകൂടിയ
ആ സഹോദരന്മാരെ ദിക്കൊക്കെ ജയിച്ചു വരാനായിട്ട് അനുഗ്രഹിച്ച് കൽപ്പിച്ച് അയച്ചു. സഹദേവം ദക്ഷിണസ്യാം ആദിശൽ സഹസൃഞ്ജയൈ ദിശി പ്രതീച്യാം നകുലം ഉദീച്യാം സവ്യസാചിനം പ്രാച്യാം മൃഗോദരം മത്സ്യൈ കേകയൈ സഹമദ്രകൈ. ഏതേത് ദിക്കിലേക്ക് ആരൊക്കെ അയച്ചു എന്നതാ വിവരിക്കുകയാണ്. തെക്ക് ദിക്കിലേക്ക് സൃഞ്ജയന്മാരോടുകൂടി സഹദേവനെയും, പടിഞ്ഞാറ് ദിക്കിലേക്ക് മത്സ്യരാജാവിന്റെ സൈന്യങ്ങളോടുകൂടി നകുലനെയും, വടക്ക് ദിക്കിലേക്ക് കേകയന്മാരോടുകൂടി അർജുനനെയും, കിഴക്ക് ദിക്കിലേക്ക് മദ്രകന്മാരോടുകൂടി ഭീമനെയും അയച്ചു. തേ വിജിത്യ നൃപാൻ വീര ആജഹൃദിഭ്യോജസ അജാതശത്രവേ ഭൂരി ദ്രാവിണം നൃപ യക്ഷ്യതേ. ശൂരന്മാരായിട്ടുള്ള അവരെ സ്വശക്തിയാൽ 4 ദിക്കുകളിലുമുള്ള രാജാക്കന്മാരെ അനായാസം ജയിച്ചു. യുധിഷ്ഠിരനോട് എതിർക്കാൻ യാതൊരാളും ഇല്ലാത്തത് കൊണ്ട് അജാതശത്രു എന്നുള്ള പേര് ജ്യേഷ്ഠനായ ധർമ്മപുത്രർക്ക് ഉറപ്പിച്ചു. ആരും എതിർക്കാൻ ചെന്നില്ല. അപ്പൊ അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് അജാതശത്രു എന്നുള്ള പേരിന് അർഹനായി. 4 ദിക്കിൽ നിന്നും അനവധി ധനം യാഗത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവിനെ കൊണ്ടുവന്ന് കൊടുത്തു എല്ലാവരും. ശ്രുത്വാജിതം ജരാസന്ധം നൃപതേർധ്യായതോ ഹരി ആഹോപായം തമേവാദ്യ ഉദ്ധവോ യമുവാചഃ. ജരാസന്ധനെ മാത്രം ജയിക്കാൻ സാധിച്ചിട്ടില്ല. ജരാസന്ധൻ എതിർത്തു ഇവരോട്. അപ്പൊ ജരാസന്ധനെ മാത്രം ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് സഹോദരന്മാര് വന്ന് പറഞ്ഞപ്പോ യുധിഷ്ഠിര മഹാരാജാവിന് പരിഭ്രമായി. എന്താ അയാളെ എങ്ങനെയാ ജയിക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന യുധിഷ്ഠിരനോട് എല്ലാറ്റിനും ആദികാരണമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജരാസന്ധ ജയത്തിന് ഉദ്ധവൻ പറഞ്ഞിട്ടുള്ള ഉപായം തന്നെ പറഞ്ഞു. അത് ഭഗവാനും കൂടി എനിക്കൊന്നും അറിയില്ല എന്നുള്ള മട്ടിലാ മന്ത്രി ഉദ്ധവൻ പറഞ്ഞത് കൊണ്ട് അതുപോലെ ചെയ്യാം എന്നുള്ള മട്ടിലാണ് ഭഗവാന്റെ പ്രവർത്തനം. ഉത്തമ മന്ത്രിയെ അനുസരിച്ചു എന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് വേണ്ടത്. മന്ത്രിയുടെ മന്ത്രശക്തി തന്നെ രാജാവിന്റെ ജയത്തിനുള്ള രഹസ്യ തത്വം എന്ന് എല്ലാവർക്കും അത് തന്റെ പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത്. ഭീമസേനോ അർജുന കൃഷ്ണോ ബ്രഹ്മലിംഗധരാസ്ത്രയ ജഗ്മുർഗിരിവ്രജം താത ബൃഹദ്രഥസുതോയത. ശിശുബ്രഹ്മർഷി പറയണു, ഹേ പുത്രസദൃശനായ രാജൻ, ഭീമസേനൻ, അർജുനൻ, കൃഷ്ണൻ 3 പേരും ബ്രാഹ്മണ വേഷം ധരിച്ച് ബൃഹദ്രഥപുത്രനായ ജരാസന്ധന്റെ വാസസ്ഥാനമായ ഗിരിവ്രജം എന്ന രാജധാനിയെ പ്രാപിച്ചു. 3 പേരും ബ്രാഹ്മണന്റെ വേഷം ധരിച്ചിട്ടാണ് ജരാസന്ധന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.